ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു കൂടി ഈ വിഷയത്തിൽ നമുക്കൊപ്പം പ്രതികരിക്കാൻ തയ്യാറാണ്. ശ്രീ ആർ വി ബാബു, ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ പമ്പയിൽ നടത്തിയ പരിപാടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതാണ് എന്ന കാര്യം നമുക്കറിയാം. അന്ന് തന്നെ ഹൈന്ദവ സംഘടനകൾ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം പന്തളത്ത് നടന്ന ഭക്തസംഗമത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തതുമെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. ഇപ്പോൾ ഈ കണക്കുകൾ കൂടി, പമ്പയിൽ സർക്കാർ നടത്തിയ ഭക്തസംഗമത്തിന്റെ കണക്കുകൾ കൂടി പുറത്തു വരുന്നു. 5 കോടി രൂപ ചെലവഴിച്ചിരിക്കുകയാണ്. ഇതിൽ PR വർക്കിന് മാത്രം 25 ലക്ഷം, ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് 1.5 കോടി രൂപ. ഇതൊക്കെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത് ശ്രീ ആർ വി ബാബു? അല്ല, അങ്ങേറ്റം ധൂർത്താണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് എന്നത് അന്ന് മുതലേ ഉള്ള ആരോപണമാണ്. അതിന് ശരിവയ്ക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇവരാദ്യമേ പറഞ്ഞത് ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ പണം ഇതിനു വേണ്ടി ഉപയോഗിക്കില്ല എന്നായിരുന്നു. പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇതിന്റെ മുന്നൊരുക്കത്തിനുള്ള പണം നൽകിയത് ദേവസ്വം ബോർഡാണ്. അവരത് സ്പോൺസർഷിപ്പിലൂടെ തിരികെ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഹലോ, പറഞ്ഞോളൂ ശ്രീ ആർ വി ബാബു. തിരിച്ച് സ്പോൺസർഷിപ്പിലൂടെ ആ പണം കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എത്ര കണ്ട് കിട്ടിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങേറ്റം എന്താ പറയാ, ദേവസ്വം ബോർഡ് ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ചെലവാക്കിയ ധൂർത്തിനെ സംബന്ധിച്ചാണ്. ഇപ്പോ അതിഥികളെ സ്വീകരിക്കാനും അതേപോലെ പാരിതോഷങ്ങൾ കൊടുക്കാനും ഒക്കെ 50 ലക്ഷം രൂപ ചെലവാക്കിയെന്നാണ്. അതിഥികളെ സ്വീകരിക്കാനും പാരിതോഷികം കൊടുക്കാനും 50 ലക്ഷം രൂപ ചെലവാക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് പറയണ്ടേ? എന്ത് പദ്ധതിയാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ടത്? ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് സമർപ്പിക്കപ്പെട്ടത്? അങ്ങനെയൊന്നുമില്ല. വേദിയുടെ അലങ്കാരത്തിന് 20 ലക്ഷം രൂപ, സംഗമത്തിന്റെ മുന്നൊരുക്കത്തിന് 25 ലക്ഷം രൂപ, ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 21 ലക്ഷം രൂപ ചെലവാക്കിയെന്നാണ്. അപ്പൊ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് അയ്യപ്പ സംഗമം നടത്തി ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഒരു രാഷ്ട്രീയ കസർത്തിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ പണം ദുരുപയോഗം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിന് ഉത്തരവാദിയാണ്, ദേവസ്വം മന്ത്രി ഇതിന് ഉത്തരവാദിയാണ്. അപ്പൊ അയ്യപ്പ സംഗമത്തിലൂടെ ജനങ്ങളുടെ ഭക്തജനങ്ങളെ കബളിപ്പിക്കുക, ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വൻ പ്രചരണം നടത്തി ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ളതിനെ മറച്ചു വെക്കാനായിട്ടുള്ള മുന്നൊരുക്കമാണ് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമത്തിലൂടെ നടത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പൊ പുറത്തു വന്ന വാർത്തകൾ അതാണ് സാധൂകരിക്കുന്നത്. ശ്രീ ആർ വി ബാബു, നമുക്കറിയാം ഇന്നിപ്പോൾ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി വൈകുന്നേരം നട തുറക്കാൻ പോകുകയാണല്ലോ. ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്ന വാർത്ത ഈ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള KSRTC ബസ് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഭക്തജന തിരക്ക് മൂലം ഈ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 7ഓളം ചെക്ക് പോസ്റ്റുകൾ നിലവിൽ വന്നിരിക്കുകയാണ്. അതായത് ഈ ദക്ഷിണ ഭാരതത്തിൽ നിന്നും, വിശേഷിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭക്തരെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെക്ക് പോസ്റ്റുകൾ നിലവിൽ വരുന്നു. അപ്പോൾ മണ്ഡലകാലം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഈ വർഷവും സംസ്ഥാന സർക്കാരും ബോർഡും പരാജയപ്പെട്ടു എന്ന വസ്തുത നമുക്കറിയാം. ഇന്ന് മുതൽ തന്നെ ഇപ്പോൾ ഭക്തരെ ദ്രോഹിക്കുന്ന നടപടികൾ നിലയ്ക്കലിലും പമ്പയിലും എരുമേലിയിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ദൂർത്തിന്റെ കണക്ക് വരുമ്പോൾ മറ്റൊരു മണ്ഡലകാലം തുടങ്ങുന്ന ഘട്ടത്തിൽ അയ്യപ്പ ഭക്തരുടെ ദുരിതത്തിന്റെ കഥകൾ കൂടി പുറത്തേക്ക് വരികയാണ്. അല്ല, ഇപ്പൊ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് ആരുടെ ഭാഗത്താണ് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. ഇപ്പൊ പുതുതായിട്ട് ചാർജ് എടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹം വിശ്വാസിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരെ കൊള്ളയടിക്കുന്ന KSRTCയുടെ നിലപാടിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലായത്. ഇവിടെ തീർത്തും സൗജന്യമായിട്ട് പമ്പ നിലയ്ക്കൽ പമ്പ സർവീസ് നടത്താൻ തയ്യാറായിട്ട് വിശ്വഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ മുന്നോട്ട് വന്നു പരസ്യമായി കോടതിയിലടക്കം അവർ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണെന്ന്. ആ നിലപാടിനെ പിന്തുണയ്ക്കുന്നില്ല. കാരണം അയ്യപ്പന്മാരുടെ പണം, ശബരിമലയിലെത്തുന്ന അയ്യപ്പന്മാരുടെ പണം KSRTCക്ക് കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കുക എന്നുള്ള നിലപാടാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ളത്, ജയകുമാറിനുള്ളത്. അപ്പൊ ജയകുമാറിന്റെ നിലപാട് അയ്യപ്പന്മാരെ സർക്കാരിന് ചൂഷണം ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോ ചെക്ക് പോസ്റ്റുകൾ വഴി കേരളത്തിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരെ പിഴിയാൻ വേണ്ടിയിട്ടുള്ള ടാക്സ് ഏർപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരെ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പൊ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാരെ എല്ലാവിധത്തിലും കൊള്ളയടിക്കുന്ന നിലപാടിനോട് ദേവസ്വം ബോർഡിന്റെ സമീപനം എന്താണ്?
ആ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? ഈ കാര്യത്തെക്കുറിച്ച് ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കണം. ജയകുമാർ ഈ കാര്യത്തോട് പ്രതികരിക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാട് പറയണം. ഈ ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാടിനോട് ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുന്നുണ്ടോ? ആ കാര്യത്തിന് ദേവസ്വം ബോർഡ് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. യെസ്, വളരെ നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.